അന്ന് എന്തായാലും മായച്ചട്ടി തെങ്ങുന്നോപ്പ് വാങ്ങി നന്നായി. അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? വെളിച്ചെണ്ണയ്ക്ക് എന്താ വില? ഓണം നമ്മൾക്ക് 600 ആവുന്ന പറയണേ. തേങ്ങക്ക് മോഷണം പോണ്ടെന്നൊരു സംശയമുണ്ട്. മോഷണം പോണ്ട. ഇങ്ങനെ മുതല് വരണ്ടല്ലോ. എന്ത് പുലിവാലായിട്ടാണോ മാഷ് വരണ്ടല്ലോ. എന്താ മാഷേ? എൻ്റെ മഹേഷേ, നിന്നെ ഞാൻ എവിടെയെല്ലാം വീട്ടിൽ പോയപ്പോൾ അമ്മ പറഞ്ഞു ഫാക്ടറിയിലേക്ക് പോയി. ഫാക്ടറി ചെന്നപ്പോൾ പിള്ളേരെ പറയണേ തെങ്ങും തോപ്പ് മുഴുവൻ നോക്കി നടക്കുന്നുണ്ടെന്ന്. നീ എന്താ ഈ ഫോണ് പോലെ എടുക്കാത്തേ? അതെ, ഇപ്പൊ തന്നെ റെഡി ആയിക്കോ, നമുക്ക് സ്ഥലം വരെ പോണം. എവിടേക്ക്? ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ. പെണ്ണ് കാണണ കാര്യം മാഷേ, ഞാനതൊക്കെ നിർത്തി. എനിക്ക് വയ്യ ഈ ശരീരം വെച്ചിട്ടൊരു നാണകട. ഞാൻ ഈ പരിപാടി നിർത്തി. മഹേഷേ, ഞാനാ പറയണേ, ഇത് നീ ഇനി പോന്നാലും വന്നില്ലും വേണ്ട, ഇത് അവസാനത്തെ. ഇത് ഞാൻ നിന്നെ നിർബന്ധിക്കില്ല, എല്ലാം ശരിയാക്കിയിട്ടുണ്ടെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അത് നടക്കും എന്നാ പറയണേ. ഒരു പ്രാവശ്യം കൂടി നിനക്ക് ഒന്ന് വന്ന് വാ, നമുക്കൊന്ന് പോവാം. ശരിയാവില്ല മാഷ, ഞാനത് വേണ്ടെന്ന് വെച്ചാൽ ഇനി ഞാൻ നിർത്തി. മാഷ് പറഞ്ഞല്ലേ, ഒരു വട്ടം കൂടെ ചെന്ന് കാണ്. മഹേഷേ, ഇനി ഞാൻ വീണ്ടും പറയാണ്, നീ വാ, ഇതൊന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ചെല്ല് വാടോ. ഞാനേ നീ അതൊക്കെ നോക്കി നടത്ത്. പണിക്കാർക്കുള്ള കൂലിയൊക്കെ കൊടുക്കുക. നീ ആ വത്സമാഷ സ്കൂട്ടർ എടുത്തിട്ട് വീട്ടിലുണ്ടേക്കേ. ഞാൻ കാർ എടുത്തിട്ട് ഞങ്ങൾ പോയിട്ട് വരാട്ടാ. മാഷേ, പെൺകുട്ടി എങ്ങനെ സുന്ദരിയാണോ കാണാൻ? അപ്പൊ നിനക്ക് പെൺകുട്ടിയെ കുറിച്ചിട്ടൊക്കെ ഒരു സങ്കല്പം ഉണ്ടല്ലേ? എന്നാ നീ ആ സങ്കല്പം ഒന്ന് പറ. മാഷ് ചോദിച്ചോണ്ട് ഞാനത് പറയാം. പറയട്ടെ? പറയട മുത്തേ. എനിക്ക് വലിയ സങ്കല്പമൊന്നുമില്ല, എന്നാലും നീലാഞ്ജനമില്ല കുങ്കുമസൂര്യനെ പോലെയുള്ള കവിൾത്തടങ്ങൾ, അരിമുല്ലപ്പൂ പോലെയുള്ള പല്ലുകൾ, ഓരോ ചുവടും ദമയന്തിയെ പോലെ. നിന്റെ സങ്കല്പം അടിപൊളി മഹേഷേ, പക്ഷെ ഇത് എനിക്ക് അങ്ങനൊന്നുമില്ല മാഷേ. എന്നെ എൻ്റെ അമ്മേനെ പൊന്നു പോലെ നോക്കണം. എനിക്ക് അങ്ങനത്തെ ഒരു കുട്ടീനെ മതി. എന്നാ വാ മാഷേ. വൈകിയൊന്നുമില്ലല്ലോ. ഇതാണ് പയ്യൻ. പേരെന്താ? മഹേഷ്. ശശിധര, കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായി സംസാരിച്ചിരുന്നു, പറഞ്ഞിരുന്നു. എനിക്കിതിൽ പ്രത്യേകിച്ച് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. അവൾ വന്നിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കഴിച്ചോട്ടെ, കുട്ടി വന്ന് കാണട്ടെ, നമുക്ക് നോക്കാമല്ലോ. അവർക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്ക് വേറെ അഭിപ്രായമൊന്നുമില്ല. പോരെ? എന്നാ നമുക്ക് മോളെന്ന് വിളിച്ചാലോ? പിന്നെന്താ, വിളിക്കാലോ. ജാനകി, ജാനു, അവര് വന്നിട്ടുണ്ട്. എന്താ ജാനു,
ഈ ബന്ധത്തിന് നിനക്ക് ഇഷ്ടക്കുറവില്ല എന്ന് പറഞ്ഞതുകൊണ്ടല്ലേ ഞാൻ ആളെയും കൂട്ടി ഇങ്ങോട്ട് പോന്നേ. എന്നിട്ട് തെന്തപ്പ് ഇങ്ങനെ? അതിനെനിക്ക് ഇഷ്ടമല്ലാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്താ നീ പറഞ്ഞു വരുന്നേ? എനിക്ക് ഇഷ്ടായോ? ഇഷ്ടായി.